മഹാപ്രളയത്തിന്റെ കാലത്ത് മഹാപർവ്വതം പോലെ സംരക്ഷിച്ചില്ലേ? എന്നാ നമ്മൾ ഇറങ്ങുമല്ലേ എന്ന ഒറ്റ ചോദ്യം കൊണ്ട് ഒരു നാടിന്റെ കരുണാർദ്രമായ മനസ്സിനെ ഉണർത്തിവിട്ടില്ലേ? മഹാമാരിയുടെ കാലത്ത് ലോകം മുഴുവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അകച്ചു നിന്നപ്പോ മരുന്നും ഭക്ഷണ കിറ്റുമായി നാടിന്റെ മുക്കിലും ഇല്ലേ? അതെ, അത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർത്തതേ. എന്നായാലും നിങ്ങളിരിക്കും, ഞാൻ പറയാതെ. ഈ ദുരന്തങ്ങൾ വരുമ്പോഴേ നമ്മുടെ മതവും ദൈവങ്ങളും എല്ലാം എവിടെ പോയി ആരും കാണുകയല്ല. അവരൊക്കെ എവിടെ പോയി ഒളിക്കും. അപ്പൊ കുറ്റപ്പെടുത്തുന്നതും ആശ്രയിക്കുന്നതും എല്ലാം സർക്കാരിന്റെ ആയിരിക്കുവേ. പിന്നെ കാര്യങ്ങളൊന്ന് സമാധാനമായി വരുമ്പോ പിന്നെ മെല്ലെ മെല്ലെ ഇവര് തല പൊക്കിക്കൊണ്ടുവരും. പിന്നെ തമ്മിത്തല്ലായി ബഹളമായി പുറപ്പാട്ടായി. കാര്യം ഈ ദൈവങ്ങളൊക്കെ സ്നേഹത്തിന്റെ ആകട്ടോ, പക്ഷേ കയ്യിലിരിപ്പ് തമ്മിത്തല്ല. ഞാൻ ഓർക്കുമായിരുന്നേ, എന്റെയൊക്കെ കുട്ടിക്കാലത്തെ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യന്മാര് തമ്മിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അപ്പുറത്തെ കതീശുമ്മേന്റെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ അടുക്കളയെന്ന് ഇത്തിരി ചകിരിക്കകത്ത് തീക്കനൽ വാരിക്കൊണ്ടുവന്ന് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന ഒരു കാലമില്ലയോ? ഓർക്കുന്നുണ്ടോ? നാഴി അരിക്കും ഒരു പിടി ഉപ്പിനുവേ സ്വർണ്ണത്തേക്കാ വിലയാ. അതൊക്കെ പങ്കുവെക്കുമ്പോ നമ്മുടെ സ്നേഹവും സങ്കടവും ദുഃഖങ്ങളും ഒക്കെയാ പങ്കുവെച്ചത്. ഇന്ന് വേലിക്കരിയിൽ നിന്നോ കതീശുമ്മയും കാർത്തിയായനെയും അറിയാമേയും കൂടി 4 നാട്ടുവർത്താനം പറയുന്ന എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നാട്ടുമ്പുറത്തെ കുമാരന്റെയോ കുഞ്ഞാലിയുടെ കടയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന 4 ആണുങ്ങളെ എവിടെ കാണാൻ പറ്റും? കാണത്തില്ല. എന്നാ കാരണം? ഞാൻ പറയാമല്ലേ, മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം നമ്മുടെയൊക്കെ മനസ്സുകളിൽ നമ്മുടെ മതം എന്ന വികാരം പാളിക്കത്തുന്നു. ഏതു നിമിഷവും പൊട്ടാവുന്ന തരത്തിലുള്ള ഒരു മൗനം ഈ സമൂഹത്തിനെ പിടികൂടിയിട്ടുണ്ട്. എല്ലാ മത തീവ്രവാദികളും അത് പൊട്ടിക്കാൻ നോക്കുമ്പോ അത് പൊട്ടാതെ കാക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ മനസ്സാ. അറിയോ? രാജ്യം മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെടുമ്പോ ഈ അറബിക്കടലിന്റെ തീരത്ത് ഈ കൊച്ചു കേരളം മതേതരത്വത്തിന്റെ ഈറ്റില്ലമായി നിലകൊള്ളുന്നത് നമ്മുടെ നാട്ടുംപുറങ്ങളിലും നഗരഹൃദയങ്ങളിലും പാറിപ്പറക്കുന്ന ചെങ്കൊടിയുടെ കരുത്തുകൊണ്ടാ. എന്നാ നിങ്ങൾ ചോദിച്ചേ, ഇതൊക്കെ പറയാൻ അപ്പാപ്പൻ എന്നാ അവകാശം എന്നായിരിക്കും? എനിക്കോ അവകാശമുണ്ട്, പറയാം. 1957 സഖാവ് 1957 സഖാവ് EMSന്റെ നേതൃത്വത്തിൽ ലോകത്താദ്യമായൊരു തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ എനിക്ക് 18 വയസ്സാണ്. അതിനു മുമ്പ് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഓഗസ്റ്റിൽ പാതായിൽ ഇടമറിയിലെ മീനച്ചിലാറിന്റെ കരയിലുള്ള വീടും പറമ്പും എല്ലാം വിറ്റേച്ച് മലബാറിലേക്കുള്ള മഹായാത്ര തുടങ്ങുമ്പോ 9 വയസ്സാണ്. അന്ന് അപ്പം കയ്യിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് പുസ്തകവും പേന എഞ്ചുവടിയും ഒന്നും അല്ല, നല്ല ഇല്ലിപ്പോഴുറപ്പിച്ച പനം കൈത്ത തൂമ്പായ. ഉണ്ണിക്കാറുന്ന കാട്ടിലേക്ക് കൈ ചൂണ്ടിട്ട് അപ്പം പറഞ്ഞു, പോയി വെട്ടി തെളിച്ച് കൊത്തിക്കളച്ചുണ്ടാക്കി നട്ടു തിന്നു. അവനവന്റെ വേർപ്പ് കൊണ്ട് അവനവൻ അധ്വാനിച്ച് തിന്നണം ആത്മാഭിമാനത്തോടെ എന്ന്.
അന്ന് തുടങ്ങിയ പ്രണയവാ മണ്ണിനോട്, അന്ന് തുടങ്ങിയ യുദ്ധവാ ഈ പ്രകൃതിയോട്. അറിയോ, തോൽപ്പിക്കാൻ നോക്കി, വലംവലയായിട്ട്, കാട്ടാനയായിട്ട്, കോളറയായിട്ട്. ആകെ ഉണ്ടായിരുന്ന രണ്ട് കൂടപ്പുറപ്പുകൾ അമ്മച്ചിയെ മലമ്പനിയുടെ കൂടെ അങ്ങ് പോയി. കാട് വെട്ടിത്തെളിക്കാൻ മുന്നിൽ നടന്ന അപ്പനെ എന്റെ കൺമുന്നിൽ വെച്ച് കാട്ടാനൻ അവിടെ കൊന്നു. അത് പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർത്തത്. അതുകൂടി പറഞ്ഞിട്ട് പോകാം. രാജ്യതല്ലോ സംഖ്യകളുണ്ടാവും, സത്യമാ. പക്ഷേ ഈ സംഖ്യകൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജ്യത്തെ ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികളും മുഴുവനുമേ ആരെ ഭയന്നിട്ടാണോ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ക്രിസംഖികളെല്ലാം കൂടി വിമോചന സമരത്തിന്റെ താളത്തിൽ ചൂട്ടും കത്തിച്ച് നടക്കുക. അതുകൊണ്ടല്ലയോ മാതാവിന്റെ തലയില് മുക്കുവണ്ടത്തിന്റെ തൊപ്പി വെച്ചോനെ തലയിൽ തൊപ്പിപ്പാലയായിട്ട് എടുത്തു വെച്ചോണ്ട് നടക്കുന്നത് നിങ്ങളെല്ലാരും കൂടി. വല്ല കാര്യോ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കൂടി പോകും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവസാനം ഈ ക്രിസംഖികളെല്ലാം കൂടി മക്കളെയും പിടിച്ചോണ്ടേ ആ ശാഖയിലോട്ട് പോകുമ്പോ എല്ലാവർക്കും മനസ്സിലാവും, അന്ന് ഒറ്റ 2 ഹല്ലേലൂയ ഉറക്കം പാടും. അതെ, പോകുവാന്നോ? പോകലാവുന്നില്ലേ? ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന്. പോകല്ലേ? അല്ല, അനി പോകുവാന്നേ. ഈ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി പണിയുന്ന ആ ടൗൺഷിപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കണ്ടേച്ച് പൊക്കോണം. ലോകോത്തര നിലവാരത്തിൽ പണിയുന്ന ആ ടൗൺഷിപ്പിലെ കൊച്ചിന് പോട്ടൊരു വീട് ഒറ്റ യാത്ര ഇരുട്ടി വെളുത്തപ്പോ ആരുമില്ലാതായി പോയവന് ഈ സർക്കാർ നൽകുന്ന കരുതൽ, അന്നേം പിള്ളേരും ഒന്നുമില്ലാതെ ആ വീട്ടിലേക്ക് ഞാൻ കയറി പോവുകയല്ല, എന്റെ ചക്കുമുട്ടി പോകും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം നിങ്ങളോട് പറയുക. റാഹേലച്ഛന്റെ അനാഥശാലയെന്ന് 2 പിള്ളേരെ ദത്തെടുത്ത് അവരുടെ കയ്യും പിടിച്ച് കൊച്ചാ വീട്ടിലോട്ട് കയറത്തുള്ളൂ. മതേതരത്വത്തിന്റെ മഹാഗാഥകൾ പാടി ഒരിടതുപക്ഷ സർക്കാർ നമ്മളെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോ അവരോടൊപ്പം നിന്ന് ഈ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഓരോ മലയാളിക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ജാതി മത വർഗ ചിന്തകളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് നമുക്ക് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന നല്ല മലയാളികളാവാം. അപ്പോ നമുക്ക് സ്വസ്ഥമായി തുറങ്ങാൻ പറ്റും ഈ ഇടതുപക്ഷത്തിന്റെ ഹൃദയത്തിൽ.